ലോറൻറ്റി പിരാൻഡെല്ലയുടെ വാർ എന്ന ചെറുകഥ യുദ്ധകാലത്തെ ദുഃഖം, ദേശസ്നേഹം, ഹ്യൂമൻ സൈക്കോളജി എന്നിവയുടെ എക്സ്പ്ലോറേഷനാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിച്ച ഈ കഥ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ യാത്രക്കിടെ അപരിചിതർ തമ്മിൽ പങ്കുവെക്കുന്ന അനുഭവങ്ങളും ആശയങ്ങളുമാണ് ഈ കഥ. ഇനി നമുക്ക് ഇതിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ഫാറ്റ്മാൻ. കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇദ്ദേഹം. രാജ്യത്തിനു വേണ്ടി മകൻ മരിച്ചതിനെ ഒരു അഭിമാന നിമിഷമായി കാണുന്ന അച്ഛനായിരുന്നു അദ്ദേഹം. ഇനി വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ദ കപ്പിൾ ഫ്രം റോം. ഈ അമ്മയുടെയും അച്ഛന്റെയും മകൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മകനെ ഓർത്ത് വേവലാതിയിലാണ് ഇവർ. പ്രത്യേകിച്ച് അമ്മ തളർന്ന് അവശനിലയിലാണ്. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് അതർ പാസഞ്ചേഴ്സ്. യുദ്ധത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ് ഓരോ പാസഞ്ചേഴ്സും. ചിലർക്ക് യുദ്ധം നഷ്ടവും സങ്കടവുമാണ്, എന്നാൽ ചിലർക്ക് അത് അഭിമാനവുമാണ്. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിലോട്ട് കടക്കാം. കഥയുടെ മെജോറിറ്റി പാർട്ട് നടക്കുന്നത് ട്രെയിനിലാണ്. ആ കോച്ചിൽ കൂടുതലായും മിഡിൽ ഏജ്ഡും വൃദ്ധരുമായിരുന്നു. അവർ റോമിൽ നിന്ന് സദേൺ ഇറ്റലിയിലോട്ടുള്ള യാത്രയിലാണ്. റോമിൽ നിന്ന് ട്രെയിനിൽ ഒരു കപ്പിൾ കയറുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. വളരെയധികം ദുഃഖിതരും ക്ഷീണിതരുമായിരുന്നു ആ കപ്പിൾ. പ്രത്യേകിച്ച് ആ അമ്മ ശാന്തവും തളർന്ന നിലയിലുമായിരുന്നു. അവരുടെ ഭർത്താവ് ഏക മകനെ യുദ്ധത്തിന് അയച്ച വിവരം മറ്റു യാത്രക്കാരോട് പറയുകയാണ്. കോച്ചിലെ എല്ലാവർക്കും അവരുടെ വിഷമം മനസ്സിലാകുമായിരുന്നു, കാരണം അവരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അങ്ങനെ ട്രെയിൻ നീങ്ങി തുടങ്ങുകയാണ്. ഓരോരുത്തരായി മകനെ യുദ്ധത്തിന് അയക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ചിലർ അവരെ കുറിച്ച് അഭിമാനിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു, എന്നാൽ ദുഃഖം താങ്ങാൻ കഴിയാത്തതും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് തടിച്ച ഒരു ചിയർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ ഇവരുടെ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുകയാണ്. കോച്ചിലെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. നിങ്ങൾ മകനെ ഓർത്ത് ഇത്ര സങ്കടപ്പെടരുത്. അവൻ തന്റെ രാജ്യത്തെ സേവിക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് തന്റെ മകൻ യുദ്ധത്തിൽ മരിച്ച വിവരം അദ്ദേഹം വിശദീകരിക്കുകയാണ്. കരയുന്നതിന് പകരം അദ്ദേഹത്തിന് അഭിമാനവും ബഹുമാനവുമാണ് തോന്നുന്നതെന്ന് പറയുന്നു. കുട്ടികൾ മാതാപിതാക്കളുടേതല്ല, മറിച്ച് രാഷ്ട്രത്തിന്റേതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ വാക്കുകളിലൂടെ എല്ലാം ഈ അമ്മയെ സമാധാനിപ്പിക്കുന്നതോടൊപ്പം സ്വയം സമാധാനപ്പെടുത്തുവാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ കഥയുടെ അവസാനം അമ്മ തന്റെ നിശബ്ദത വെടിഞ്ഞ് അദ്ദേഹത്തോട് മറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം തന്നെയാണ് ഈ കഥയുടെ ഹൈലൈറ്റും. ആ അമ്മ ചോദിക്കുകയാണ്, "Then is your son really dead?" ഈ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ ഭാവം മാറി തുടങ്ങി. അയാൾ മരവിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം വേദനയാൽ ചുരുങ്ങി. കാരണം ഇതുവരെ തന്റെ മകന്റെ മരണം അഭിമാനമാണെന്ന് തന്നെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. എന്നാൽ പെട്ടെന്ന് അമ്മ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പതറിപ്പോവുകയാണ് ഈ അച്ഛൻ. നഷ്ടപ്പെട്ട മകനെ കുറിച്ചുള്ള വേദന സുഖപ്പെടുത്താൻ ഒരു ഫിലോസഫിക്കും ആകില്ല. അതുപോലെ ഏറ്റവും സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ ഒരുപാട് സങ്കടം അടക്കി പിടിക്കുന്നവർ എന്നുള്ള 2 സന്ദേശങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഇല്യൂഷൻ ഓഫ് പാട്രിയോട്ടിസം വേഴ്സസ് പേഴ്സണൽ ഗ്രീഫ്, ഡിനയൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിഫൻസ്, സൈലന്റ് സഫറിംഗ്, യൂണിവേഴ്സാലിറ്റി ഓഫ് സഫറിംഗ്. സോ ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് തീംസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വാർ എന്ന ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.